ചോദിക്കുന്നത്. അഫാനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഷമിയോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഇതെല്ലാം ചെയ്തവനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താ പറയുന്നത്, ഈ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ട് അമ്മയാണ്? ഇല്ല, അപ്പോഴും പറഞ്ഞാൽ അവൻ അങ്ങനെ ചെയ്യൂലെന്നാണ് എപ്പോഴും പറയുന്നത്. ഈ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ച് ഇതൊരു പൊരുത്തപ്പെടലിൻ്റെ ഒക്കെ ഒരു മാസമാണിത്. ഈ ഫർസാനയുടെ വീട്ടിലേക്ക് പോകാൻ, അവരോടൊന്ന് സംസാരിക്കാൻ അങ്ങനെ ആലോചന വല്ലതും ഉണ്ടോ? കാര്യം ഇതിനകത്തൊന്നും അറിഞ്ഞൊരാളല്ല, പക്ഷേ എങ്കിലും മകന് വേണ്ടിയിട്ടതൊന്ന് പോയി അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? അത് തോന്നിയിട്ടുണ്ട്, ഇതൊന്ന് പോയി കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫർസാനയുടെ വീട്ടിൽ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. 5 പേരെ കൂട്ടക്കൊല നടത്തിയ അഫാന്റെ ഉപ്പ റഹീമിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ 24-ൽ കണ്ടു. സത്യം പറഞ്ഞാൽ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ നെഞ്ച് തകർന്നു പോയി. ആ ഉപ്പ എന്തുമാത്രം സങ്കടപ്പെട്ട് ഹൃദയം നിറിട്ട കഴിയുന്നറിയോ. ഇന്നലെയാണ് ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ ഭാര്യ ഷെമി, അതായത് അഫാന്റെ ഉമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. ഈ ഉപ്പ പറയാൻ പോവാനൊരു സ്ഥലമില്ല, ആ ഒരു കൊലപാതകം നടന്ന വീട്ടിലേക്ക് ഇനി പോകാൻ പറ്റില്ല. മൂപ്പരുടെ വീട്ടുകാരാണെങ്കിൽ, അതായത് സഹോദരന്മാരോ വീട്ടുകാരോ ഇങ്ങനെ ഇത്രയും പേരെ കൊലപ്പെടുത്തിയത് കൊണ്ട് അവരെല്ലാം കൈവിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ക്രൂരകൃത്യം ചെയ്ത മകനോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല എന്നാണ് ആ ഉപ്പ പറയണത്. കാരണം ആരെയാക്കുന്നിട്ടുള്ളത്? സ്വന്തം ഉമ്മാനെ, സ്വന്തം ഇളയ മകനെ, അതേപോലെ പ്രിയപ്പെട്ട സഹോദരനെ, സഹോദരൻ്റെ ഭാര്യയെ, സ്വന്തം ഭാര്യ ഈ രൂപത്തിലാക്കിയിട്ട് അങ്ങനത്തെ ഒരു മകനോട് കാണാൻ പോലും താൻ തയ്യാറല്ല എന്നുള്ളതാണ് ഈ അഫാൻ്റെ ഉപ്പ പറയണത്. മുപ്പര് കുറച്ചും കൂടിയും കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണ് തൻ്റെ മോൻ ഇങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴും തനിക്ക് മനസ്സിലാവണില്ല. ബാങ്കുകാർ കടത്തിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഈ സംഭവം നടന്നിട്ട് പോലും പറയത്തരെ, ഞങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങളുടെ മകൻ 5 പേരെ കൊലപ്പെടുത്തിയത്? ജപ്തിക്ക് വേണ്ടിയുള്ള നടപടികൾ പോലും ബാങ്കുകാർ തുടങ്ങിയിരുന്നു. ഈ മനുഷ്യർക്ക് അറിയാവുന്ന ഒരു കടം, ഈ ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടി ഒരു ലോൺ എടുത്തിരുന്നു ബാങ്കിൽ നിന്ന്, ഒരു 15 ലക്ഷം. അതിൻ്റെ പരമാവധി തുകയും അടച്ചതാണ്. പക്ഷേ ആ തുകയൊക്കെ അടച്ചിട്ടും അതിൽ കുറച്ച് തുക മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ തുക അടക്കാത്തതിൻ്റെ പേരിൽ അതിൻ്റെ പലിശ ഒരുപാട് കൂടി. അതിനെ ചൊല്ലിയിട്ട് ബാങ്കുകാർ ഭയങ്കര ഭീഷണിപ്പെടുത്തലായി. ഇതൊക്കെ പുറത്താരും ഇതുവരെ പറയാത്ത കുറേ കാര്യങ്ങളാണ് ഈ റഹീം, ഈ ഒരു അഫാൻ്റെ പിതാവ് റഹീം ഇന്നലെ ഈ 24-ന് കൊടുത്തൊരു എക്സ്ക്ലൂസീവായ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ഈ ഒരു അഫാന് സ്വന്തം സഹോദരനെയും ഉമ്മാനെ ഇവരൊക്കെ ചെയ്തതൊക്കെ ഈ ഭാര്യ ഷെമിയോട് പറഞ്ഞപ്പോൾ അപ്പോഴും ആ ഭാര്യ വിശ്വസിക്കണില്ല ഇത് തൻ്റെ മകനാണ് കൊലപ്പെടുത്തിയതെന്നുള്ളത്. ആ ഉപ്പ പറയാണ്, റഹീം പറയാണ്, അഫാൻ എന്ന മകനാണ് എൻ്റെ ഉമ്മാനെയും നിന്നെ ചെയ്തതും അതോടൊപ്പം ബാക്കിയുള്ളവരെ കൊന്നതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് പറയുമ്പോഴും എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല. ആ ഉമ്മ അപ്പോഴും ഈ മകനെ സപ്പോർട്ട് ചെയ്യാണ്. ഹോസ്പിറ്റലിൽ പോലും അവർ പറഞ്ഞത് ഞാൻ കട്ടിൽ മെന്ന് വീണിട്ടാണ് ഈ പരിക്ക് പറ്റി എന്നൊക്കെയാണ്. അവരിപ്പോൾ ശാരീരികമായിട്ടൊക്കെ ശരിയായിട്ട് വരുന്നുണ്ട്, മാനസികമായിട്ടും ശരിയായി വരുന്നുണ്ട്. ഇപ്പോഴും ആ ഉമ്മ എന്തിനാണ് ഈ മകനെങ്ങനെ അമിതമായിട്ട് എന്ത് തെറ്റ് ചെയ്യുമ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാവാത്ത കൂട്ടത്തിൽ ഫർസാനയുടെ കാര്യം പറയുന്നുണ്ട്. ഫർസാനയുടെ വീട്ടുകാർക്കൊന്ന് വിളിച്ചിട്ട് പോലും ഒരു മാധ്യമങ്ങൾ പോലും ഫർസാനയുടെ കാര്യമില്ല. ഈ റമദാനിലെങ്കിലും ഒന്ന് പൊരുത്തപ്പെടിക്കണം എന്നുള്ളതാണ് അഫാൻ്റെ ഉപ്പ പറയുന്നത്. ആ ഇൻ്റർവ്യൂവിൻ്റെ ചില പ്രധാന ഭാഗങ്ങളൊന്ന് കാണാം. എല്ലാം ഞാൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും മരണം. ആദ്യം മകൻ്റെ കാര്യമാണ്, കൊച്ചുമോൻ്റെ കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ. അത് പറഞ്ഞതനുസരിച്ച് അതുപോലെ ഘട്ടം ഘട്ടമായി പറഞ്ഞു മരണങ്ങളെല്ലാം. വലിയ വിഷമത്തിലായിരിക്കും ഒരമ്മയാണ്. ഞാൻ എന്താണ് മറുപടി, എന്താ പറഞ്ഞ? അത് കരച്ചിൽ മാത്രമേ ഉള്ളൂ, പിന്നെ കരയുന്നുണ്ടായിരുന്നത്. ഈ അഫാനാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിൽ തന്നെ എനിക്ക് മാനസിക വിഷമം കാര്യമായിട്ടുണ്ട്. കാരണം സ്വന്തം മകനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അഫാനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഷമിയോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഇതെല്ലാം ചെയ്തവനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താ പറയുന്നത്, ഈ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ട് അമ്മയാണ്? ഇല്ല, അപ്പോഴും പറഞ്ഞാൽ അവൻ അങ്ങനെ ചെയ്യൂലെന്നാണ് എപ്പോഴും പറയുന്നത്. അവനങ്ങനെ ചെയ്യില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അവൻ മീഡിയയിൽ കണ്ടതും പോലീസുകാർ അതെല്ലാം കണ്ടിട്ട് ഞാൻ പറയാൻ അവനാണ് ചെയ്തതെന്നെല്ലാം പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് കുടുംബക്കാർ അവരുടെ മനസ്സിലാവും. നഷ്ടപ്പെട്ട എൻ്റെ ഉമ്മ, എൻ്റെ സഹോദരൻ, ജ്യേഷ്ഠത്തി, എൻ്റെ മോൻ, അതൊന്നും ഒരിക്കലും അവരെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല, അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതുമല്ല. അപ്പോൾ അങ്ങോട്ട് എനിക്ക് കൊണ്ടുപോകാൻ എനിക്ക് സ്ഥലമില്ല, ഒന്നുമില്ല. എനിക്ക് ആകെയുള്ളത് എൻ്റെ ഈ ഭൂമി, ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് ഇപ്പോൾ ഈ കണ്ടീഷനിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല. റഹീം സംസാരിച്ചിരുന്നു അവരോട്? റഹീമൊക്കെ സംസാരിച്ചിരുന്നു നമ്മുടെ അങ്ങോട്ട് ബന്ധുക്കളോടൊക്കെ സംസാരിച്ചു? അല്ല, അവർ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞു, ഉൾക്കൊള്ളാൻ പറ്റൂല. ഷമി അവർക്കും അതിനുള്ള സൗകര്യങ്ങളൊന്നുള്ളവരല്ല, അവർക്ക് പാവങ്ങളാണ്, സൗകര്യങ്ങളൊന്നുള്ളവരല്ല. ഷമി എന്നൊരു വീടുണ്ട്, പക്ഷെ അവൻ വീട് പഠിച്ചിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് കൊണ്ടുള്ള സൗകര്യം അവനുമില്ല. ഈ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇതുപോലെ ഒരു പാവം മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് പ്രവാസികളുടെ ഒരു പ്രതിരൂപമാണ് കേട്ടോ ഈ റഹീം എന്ന ഈ മനുഷ്യൻ. അദ്ദേഹം
ഈ കോവിഡ് കാലത്ത് സാമ്പത്തികമായി തകർന്നപ്പോഴും വീട്ടിലേക്ക് ഇതിന് വേണ്ടിയിട്ട് ചിലവിന് വേണ്ടി കാശ് അയച്ചു കൊടുക്കലുണ്ട്. ഒരു പാവപ്പെട്ട കുടുംബത്തിലൊരു സ്ത്രീയാണ് ഈ ഷെമി. അവരെയാണ് വിവാഹം കഴിച്ച് നല്ല നിലയിൽ നല്ല ആർഭാടപരമായിട്ട് ജീവിച്ചതാണ്. കോവിഡ് കാലത്ത് എല്ലാം തകർന്നപ്പോഴും ഭാര്യയോടും മോനോടും പറഞ്ഞിരുന്നത് ഈ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലപോലെ ജീവിക്കൂ. ആ മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ വില അറിയാത്തവരായിപ്പോയി ആ കുടുംബം. അന്ന് ആ ഭർത്താവിൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇവർക്ക് ഈ ഗതി വരൂലായിരുന്നു. ഇപ്പം ഇയാൾ പറയുന്നത് കയറിപ്പോകാൻ ഒരു ഇടമില്ല. ഇങ്ങനെ ഉമ്മാനും വീട്ടുകാരും കൊന്നതുകൊണ്ട് ഇയാളുടെ വീട്ടുകാർ ഇയാളെ ഒഴിവാക്കി. അങ്ങോട്ട് കയറി ചെല്ലാൻ വയ്യ. ഭാര്യ ഷെമിയുടെ വീട്ടുകാരാണെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നാക്ക അവസ്ഥയില, അവിടെയും കയറി ചെല്ലാൻ കഴിയാത്തൊരവസ്ഥ. ആ കൊലപാതകം നടന്ന വീട്ടിലേക്ക് എങ്ങനെയാ മനുഷ്യൻ പോവുക? മാനസികമായിട്ട് തകർന്നവരെ അവിടെ കൊണ്ടുപോയാൽ കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് വരില്ലേ ചെയ്യാം. ലോകത്തൊരു മനുഷ്യൻ ഇതുപോലെ നിസ്സഹായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. എത്ര ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോൺ 5 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. അത് അടയ്ക്കാനുള്ള നമ്മൾ അടച്ചിരുന്നത് ഞാൻ പൈസ അയച്ചു കൊടുത്ത് അടയ്ക്കാൻ പറഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് NOC വെച്ച് വയ്ക്കാനും പറഞ്ഞു. പക്ഷേ കുറച്ച് പൈസയുടെ ബാലൻസ് ഒന്ന് അടക്കി എത്തുന്നത് വീണ്ടും കൂടി വരികയാണ് ചെയ്തത്. നമ്മളത് ഈ സെൻട്രൽ ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ കൂടിയ വന്നിരിക്കുന്നത്. പിന്നുള്ളത് തട്ടത്തുമലയിലെ നമ്മളൊരു ബന്ധു, പേരൊന്നും പറയണ്ട, ഒരു ബന്ധുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയൊരു പണമാണ്. അത് എത്ര ലക്ഷം ഉണ്ടെന്ന് അറിയാമോ? അത് എന്നോട് പറഞ്ഞത് 4 ലക്ഷം രൂപയും കുറച്ച് സ്വർണ്ണം പണയം വെച്ചിട്ടുണ്ടെന്നാണ്. അതെന്തിനായിരുന്നു അതൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ആവശ്യം വാങ്ങിച്ചിട്ടുള്ളതായിരിക്കും, പറഞ്ഞിട്ടില്ല. അതിപ്പോൾ പറഞ്ഞതാണല്ലോ. ഇല്ല, നേരത്തെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം. ഇത്രയും കടം എനിക്ക് അറിയാവുന്ന കടം. ഈ 2 കടം, അതായത് നമ്മൾ 15 ലക്ഷം രൂപ സെൻട്രൽ ബാങ്കിൽ നിന്ന് എടുത്തതിൻ്റെ ബാക്കി എല്ലാം അയച്ചു കൊടുത്തിരുന്നു. അവശേഷിച്ച കുറച്ച് പൈസയും അതേപോലെ തട്ടത്തുമലയിലെ ബന്ധുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ 4 ലക്ഷം രൂപയും കുറച്ച് ആഭരണവും. അത് മാത്രമാണ് ഇക്കായ്ക്ക് അറിയാവുന്നത്. എനിക്കറിയാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇങ്ങനെ ഈ കടം വന്നത് എങ്ങനെയാണെന്ന് ഇക്കായ്ക്ക് അറിവുണ്ടോ? എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. കാരണം ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജർ നിരന്തരം ശല്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ബാങ്ക് തുറന്നു കഴിഞ്ഞാൽ രാവിലെ 8 മണി തൊട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. 9 മണി തൊട്ട് വിളിച്ച് രാത്രി വൈകുന്നേരം 5 മണി വരെ നിരന്തരമായി വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. ഇത് അടയ്ക്കാനുള്ള പൈസ ആണെന്നാലും ഒരു സമയം കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹം വന്ന് വീട് ജപ്തി ചെയ്യും. ഇപ്പം എന്നോട് 2 ദിവസം മുന്നേ പറഞ്ഞ് അദ്ദേഹം ഒപ്പിട്ട് വാങ്ങിച്ചു, വീട് ജപ്തി ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ തന്നെ അന്വേഷിച്ചു. അദ്ദേഹം എന്നോട് വളരെ രൂക്ഷമായി സംസാരിച്ചു. അസിസ്റ്റന്റ് മാനേജർ നേരത്തെ സംസാരിച്ചു. ഇന്നലെ അദ്ദേഹം കാണാൻ പോയിരുന്നപ്പോൾ അദ്ദേഹം ഇതുവരെ പറഞ്ഞു, രൂക്ഷമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ മകൻ എല്ലാവരും കൊന്നെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ നിമിത്തം എൻ്റെ കുടുംബം നശിച്ചു പോയി, നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ച് ഇതൊരു പൊരുത്തപ്പെടലിൻ്റെ ഒക്കെ ഒരു മാസമാണിത്. ഈ ഫർസാനയുടെ വീട്ടിലേക്ക് പോകാൻ, അവരോടൊന്ന് സംസാരിക്കാൻ അങ്ങനെ ആലോചന വല്ലതും ഉണ്ടോ? കാര്യം ഇതിനകത്തൊന്നും അറിഞ്ഞൊരാളല്ല. പക്ഷേ എങ്കിലും മകന് വേണ്ടിയിട്ട് അതൊന്ന് പോയി അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? അത് തോന്നിയിട്ടുണ്ട്. ഇതൊന്ന് പോയി കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫർസാനയുടെ വീട്ടിൽ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അവർക്കും ഒരു വലിയ നഷ്ടമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. വീട്ടിൽ നിന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവരും ഈ പറയുന്ന അവർക്കും ഇതിനെക്കുറിച്ച് കാര്യമായ അറിവൊന്നുമില്ല. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരുമാണ്. രണ്ടുപേർക്കും നഷ്ടങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അവരിലാരും വിളിച്ചിരുന്നു? അവരുടെ വിളിച്ചിട്ട് മറ്റൊന്ന്, ആ ഉമ്മ എന്തിനാണ് ഈ മകനെ ഇങ്ങനെ തെറ്റിൻ്റെ പേരിൽ ന്യായീകരിക്കുന്നത്? നമ്മുടെ മക്കളുടെ കയ്യിൽ തെറ്റ് പറ്റുക തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുകയും നമ്മൾ ആ തെറ്റിനെ എന്താ പറയുക ശരിയാക്കി എടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരു ഉമ്മയുടെ സ്നേഹം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ഉമ്മ എപ്പോഴും അടിക്കടിക്ക് മകനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്നാണത്രേ ഈ ഉമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട്? ആ ഉമ്മയുടെ തലക്കടിച്ച ഓർമ്മ ഉമ്മക്ക് ഉണ്ടാവില്ലേ? ആ ഉമ്മ ഇങ്ങനെയൊക്കെ ആർഭാടമായി ജീവിച്ചത്, ആ മകനോട് വഴക്കിട്ടത് ആ ഉമ്മ ക്ഷമിക്കുക ഓർമ്മയില്ലേ? എന്നിട്ടും തൻ്റെ ഭർത്താവിനോട് മകനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് എങ്ങനെയാവരുത് ഒരു ഉമ്മ എന്നുള്ളൊരു പാഠം. മകനോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നും ആ മകനെ കാണാൻ പോലും തനിക്ക് താല്പര്യമില്ല എന്ന് കണ്ണീരോടെയാണ് ഈ പിതാവ് പറയുന്നത്. അപ്പോഴും ഈ പിതാവ് പറയുന്നുണ്ട്, എൻ്റെ മോൻ എന്തിനങ്ങനെ ആയത്? അവൻ അങ്ങനത്തെ ഒരാളായിരുന്നില്ലല്ലോ. ഈ സംഭവം നടന്ന ഒരാഴ്ച മുമ്പ് ഞാൻ വിളിച്ചപ്പോഴും വീട് വിൽക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. വീട് വിറ്റിട്ട് നമുക്ക് ബാങ്കിലെ കടങ്ങൾ തീർക്കാം. അപ്പോഴും ആ മനുഷ്യൻ അറിയില്ല കേട്ടോ 65 ലക്ഷം രൂപയുടെ കടം ഭാര്യയും മകനും ചേർന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. കാറ് വിറ്റിട്ട് 2 ലക്ഷം കിട്ടിയിട്ടുള്ളൂ എന്നാണ് മകൻ പറഞ്ഞിരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് 4 ലക്ഷം കിട്ടും. അപ്പോൾ ഈ 2 ലക്ഷം മറച്ചു വെച്ചത് ഇവൻ്റെ ആർഭാടത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഉമ്മ ആദ്യം ഈ കുടുംബങ്ങളൊക്കെ നോക്കി ഒരുപാട് ചിട്ടിയൊക്കെ നടത്തിയിട്ട് ഒരുപാട് പണം കണ്ടെത്താൻ ശ്രമിച്ചു. അതൊക്കെ പരാജയപ്പെട്ടു പോയി. ആർഭാടത്തിൽ ജീവിച്ചു പോയതാണ് ഈ ഒരു കുടുംബം ഇങ്ങനെ ആയത്. ഇന്ന് ആ മനുഷ്യൻ്റെ നിസ്സഹായത ആലോചിച്ച് നോക്കൂ. ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ.
ഭാര്യ ഒന്ന് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ തന്നെ 2-3 ആളുകൾ വേണം. അമ്മാതിരി പരിക്കാണ്. എനിക്കിതിൽ തോന്നിയൊരു കാര്യമുണ്ട്, പടച്ച റബ്ബിൻ്റെ ഒരു അത്ഭുതം ഇതിൽ ഒളിച്ചു കിടപ്പുണ്ട്. എന്താണെന്നറിയോ, ഈ ഒരു അഫാൻ ഏറ്റവും ക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഈ ഉമ്മ ഷെമിയെ. അപ്പോൾ തലക്ക് വെച്ചടിച്ച് എല്ലാ പരുക്കും കെട്ടിയിട്ട് രക്തം ഒഴുകി കിടക്കുന്നവർ അവൻ പിന്നെ വന്ന് കാണുന്നത് ഉമ്മ മരണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ആ പരുക്കേറ്റതിൻ്റെ പുറമെ കൊന്ന പോലെ ആക്കിയിട്ട് പോകുമ്പോഴും പടച്ച റബ്ബ് ആ ഉമ്മാൻ്റെ ജീവൻ എടുത്തില്ല. ഇതൊരു അടയാളമായിട്ട് കാണട്ടെ എന്ന് കരുതിയിട്ട് ആ ഉമ്മാൻ്റെ റൂഹ് അല്ലാഹു കൊണ്ടുപോയില്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവനെയും അല്ലാഹു മരിക്കാതെ വിട്ടു. ഇതൊരടയാളമാണ്. നീറി ആ മനസ്സ് പുകയാൻ. പക്ഷേ ഇപ്പോഴും അവനക്ക് കുറ്റബോധം എന്നില്ല. ഇത് പോലീസ് ഈ ഉമ്മയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ബാങ്കുകാരുടെ ഭീഷണി ഇതുവരെ കേൾക്കാത്ത ഒന്നാണ്. ഒരു പക്ഷേ ഇനി ആ ഉമ്മ സംസാരിക്കാൻ തുടങ്ങിയാലാണ് ബാക്കി കാര്യങ്ങൾ അറിയാം. ആ മകൻ പബ്ജി കളിക്കുന്നതിൽ ഭയങ്കരമായിട്ട് പബ്ജിക്ക് അഡിക്റ്റാണെന്നാണ് ഉപ്പ പറയണത്. ഈ പബ്ജി കളിക്കുന്ന കുട്ടികൾക്കൊക്കെ അക്രമവാസനയുണ്ടാകുന്നത് മനഃശാസ്ത്രപരമായിട്ട് തെളിയിക്കപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇവൻ രാസലഹരിയിൽ നിന്നുള്ളതല്ല, അല്ലെങ്കിൽ മറ്റു സ്വഭാവവൈകല്യങ്ങൾ, ഈ ഗെയിമിന് അഡിക്റ്റായി. പിന്നെ കുടുംബം, ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിൻ്റെ ഭാരം, 65 ലക്ഷത്തിൻ്റെ വാപ്പ അറിയാത്ത കടങ്ങൾ. നമ്മുടെ വീട്ടിൽ എന്ത് നടക്കുകയാണെങ്കിലും ഗൃഹനാഥനെ അറിയിക്കണം എന്നൊരു സാമാന്യ മര്യാദ ഉണ്ട്. ഇതാ ഞങ്ങൾക്ക് ഇത്രയും ചിലവുണ്ട്, നിങ്ങൾ എന്താ ചെയ്യാത്തത്? ഞാനെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ലൈഫ് ഇങ്ങനെയാണ്, അതുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യണം എന്ന് എവിടെയാണോ നമ്മൾ തീരുമാനിക്കാത്തത് അവിടെ നമ്മൾ തകർന്നു പോകും. ഈ ഇൻ്റർവ്യൂവിനിടയിൽ ആ പിതാവ് നോമ്പ് തുറക്കുന്നൊരു രംഗമുണ്ടായിരുന്നു. അദ്ദേഹം പറയാണ്, ആ ഫർസാനയുടെ വീട്ടുകാർ ഫർസാനയെക്കുറിച്ചൊരു മാധ്യമങ്ങൾ പോലും ചർച്ചയില്ല. ആ ഒരു വീട്ടിലെ പെൺകുട്ടി നല്ല പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടി, ഇവനെ പ്രണയിച്ചു സ്നേഹിച്ചു എന്നൊരു കുറ്റമല്ലേ ആ പാവം പെൺകുട്ടിക്ക് ഉണ്ടായത്? ഇവനെ വിശ്വസിച്ചിട്ടാണ് ഇവൻ വിളിച്ചപ്പോൾ ഇറങ്ങി വന്നത്. ആ വീട്ടുകാർക്ക് പോലും അറിയില്ല, ട്യൂഷന് പോവാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇങ്ങനെയൊക്കെ ഈ കുടുംബത്തിൻ്റെ ഈ ഒരു തകർച്ചയിൽ അറിയാതെ പെട്ടുപോയൊരു പെൺകുട്ടി ഇന്ന് അവരാ കബറടക്കുന്ന ഫർസാനയെ കബറടക്കുന്ന രംഗത്ത് ആ കബറുമൽക്ക് കരഞ്ഞ് തളർന്ന് വീണ ഉപ്പ സുനിൽ, ആ ഉമ്മാക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞത് മകളെയാണ് ചെയ്തത്. ആ മുഖം പോലും അവർക്ക് അവസാനം കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വികൃതമാക്കി വെച്ചിരുന്നു. അത്രയും വികൃതമാക്കിയിട്ട് അവൻ കൊലപ്പെടുത്തിയത്. ഇന്ന് ആ വീട്ടുകാരോടൊന്ന് വിളിക്കാൻ പോലും തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ അവരെ ചെന്ന് കാണണമെന്നും പൊരുത്തപ്പെടിക്കണം എന്ന് പറയുമ്പോൾ ആ അബ്ദുറഹീമിൻ്റെ മനസ്സിൻ്റെ ഒരു ശുദ്ധി ഒന്ന് ചിന്തിച്ചു. ഇങ്ങനെയൊരു പിതാവിനെ എങ്ങനെ ഇങ്ങനെയൊരു മകൻ ജനിച്ചത് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ആ ഒരു പിതാവിന് വേണ്ടി അബ്ദുറഹീമിന് പ്രാർത്ഥിക്കാം, അള്ളാഹു ആ മനുഷ്യൻക്ക് ഒരു സന്തോഷമുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. ഇനി എങ്ങനെ സന്തോഷം ഉണ്ടാവുക? കണ്ണടച്ച ആ മനുഷ്യൻ കാണാൻ ഇളയ മോനെ, ഉമ്മാനെ, സഹോദരനെ ഇവരൊക്കെ നേരെയാക്കാൻ ശ്രമിച്ചതാണ് ഇവനുള്ള കുഞ്ഞാ. ഉമ്മയുടെ മനസ്സൊക്കെ ശരിയാക്കിയെടുത്ത് തെറ്റുകൾക്കൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാക്കി ഒരു നല്ല കുടുംബജീവിതം റഹീമിനെ നയിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ. ഈ ഒരു എന്താ പറയുക മാസം, വിശുദ്ധമായ പാപമോചനത്തിൻ്റെ മാസം, നമ്മൾ പരമാവധിയും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ രണ്ടാമത്തെ ഈ 10 പാപമോചനത്തിൻ്റെ 10 എന്നുള്ളതാണ്. എല്ലാവരും ഉത്തരം കറക്റ്റായിട്ട് എഴുതി. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ 3 സ്വഹാബിമാരുടെ പേര് പറയാം. ആ സ്വഹാബിമാരിൽ ആരാണ് ഹബീബായ നബിയുടെ സേവകനായിട്ടുണ്ടായിരുന്ന ഒരാൾ എന്നുള്ളതാണ് പറയേണ്ടത്. 1 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 2 അനസ് റളിയല്ലാഹു അൻഹു, 3 ഉമർ റളിയല്ലാഹു അൻഹു. അതിൻ്റെ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.